പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആഖിറത്തിനെ മറന്നിട്ട് ദുനിയാവിനെ സ്നേഹിച്ച അല്ലാഹ് 4 ശിക്ഷ തരുമെന്ന് നബിയിന റസൂലുള്ളാഹി. ഉറക്കെ പറഞ്ഞ നബിയിന റസൂലുള്ളാഹി. ഈ പറയുന്ന 4 ശിക്ഷ നിങ്ങൾ ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടോ? ഇത് നാട്ടുകാർക്ക് അറിയത്തില്ല, നിനക്കേ അറിയൂ. അവനവന് മാത്രം അറിയുന്ന രഹസ്യമാണ്. ഈ 4 ശിക്ഷകൾ നിങ്ങൾ ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ നീ ദുനിയാവിനെ സ്നേഹിച്ചു, അള്ളാഹിനെ മറന്നു നടക്കുന്നവനാ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. 1, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു കാലത്തും നിന്റെ ദുഃഖം മാറത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു കാലത്തും നിന്റെ ദുഃഖം മാറില്ല, നിനക്ക് സന്തോഷം ഉണ്ടാവില്ല, എന്നും പ്രയാസം. എടാ, എന്ന് നോക്കിയാലും ആവലാതിയും പരാതിയും ഇത് മാത്രമേ ഉള്ളൂ. ഒരു കാലത്തും നിന്റെ ദുഃഖം മാറത്തില്ല. കാരണം നീ അള്ളാനെ മറന്നപ്പോ അള്ളാഹ് നിനക്ക് തന്ന ശിക്ഷയാ. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. 2, ഒരിക്കലും തീരൂല നിന്റെ ജോലി, ഒരിക്കലും തീരൂല. എടാ, ഉറങ്ങാൻ സമയമില്ല, ഭക്ഷണം കഴിക്കാൻ സമയമില്ല, കെട്ടിയ പെണ്ണിന്റെ കൂടെ പോയി കിടന്ന് ഒരു രാത്രി സമാധാനത്തോടെ ഉറങ്ങാൻ സമയമില്ല, സ്വന്തം മക്കളെ സ്നേഹിക്കാനോ കൂടെ നടക്കാനോ സമയമില്ല, ഇബാദത്ത് ചെയ്യാൻ സമയമില്ല, ഒന്നിനും നിനക്ക് സമയം ഉണ്ടാവില്ല. മരിക്കണ കാലം വരെ എപ്പോഴും ബിസി, എപ്പോ നോക്കിയാലും ബിസി 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 തന്നെ. മരിക്കണ കാലം വരെ, മരണസമയം വരെ നിനക്ക് ബിസി തന്നെ ആയിരിക്കും. അത് അള്ളാഹ് നിനക്ക് തന്നിരിക്കുന്ന ശിക്ഷയാ. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. 3, ദുനിയാവിനെ സ്നേഹിക്കുന്നവർക്ക് മുഴുവനും അള്ളാഹു ദാരിദ്ര്യം കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ദാരിദ്ര്യം. ഉസ്താദ്, എന്തേ ഉസ്താദെ, എല്ലാവരും നേരെയായി, ഞാൻ മാത്രം എങ്ങനെ ആയിപ്പോയി? ഏത് കച്ചവടം തുടങ്ങിയാലും പൊട്ടുമല്ലോ, എല്ലാം പാളീസായി പോകുന്നല്ലോ. അത് ഞങ്ങളോടല്ല ചോദിക്കണ്ടേ, നീ സ്വന്തം നിന്നോട് തന്നെ ചോദിക്കുക. അത് അള്ളാഹ് നിനക്ക് തന്നിരിക്കുന്ന പണിയാ, നിനക്ക് റബ്ബ് തന്നിരിക്കുന്ന ശിക്ഷയാ. അള്ളാഹിനെ മറന്നതിന് അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 4, നിന്റെ അത്യാഗ്രഹം ഒരു കാലത്തും തീരൂല. എത്ര കിട്ടിയാലും എത്ര നിനക്ക് ലഭിച്ചാലും നിന്റെ ആർത്തി തീരൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ 4 ശിക്ഷ ദുനിയാവിനെ സ്നേഹിക്കുന്നവർക്ക് അല്ലാഹ് കൊടുത്തതാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അബൂദർ എന്ന് പറയുന്ന സഹാബിയുണ്ടല്ലോ, ആ സഹാബിക്ക് പടച്ചവനെ ദുനിയാവിനോട് വല്ലാത്ത വെറുപ്പ്, ഒന്നിനോടും ആർത്തിയില്ല. പടച്ചവനെ പാവപ്പെട്ടവനാണ്, എന്തെങ്കിലും തന്റെ കയ്യിൽ കിട്ടിയാൽ നേരം കിടന്നുറങ്ങുന്നതിന് മുമ്പ് പാവങ്ങൾക്ക് കൊടുക്കുമായിരുന്നു. ഒരു കാരയ്ക്ക് കിട്ടിയാൽ അതിന്റെ പകുതി പാവങ്ങൾക്കാ. ഇതുപോലെ ജീവിച്ചവനാണ് അബൂദർ എന്ന് പറയുന്ന സ്വഹാബി. അല്ലാഹുവേ, പടച്ചവനെ ആരെങ്കിലും പണം കൂട്ടി വെക്കുന്നത് കണ്ടാൽ, വലിയ വലിയ കൊട്ടാരങ്ങൾ പണിയുന്നത് കണ്ടാ, അബൂദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹു അവിടെ ചെന്നിട്ട് പറയും, ഇതെല്ലാം നാളെ പരലോകത്ത് വരുമ്പോ അല്ലാഹു തീയായി നിന്റെ കഴുത്തിൽ തൂക്കിയിട്ട് തരുമടാ, ഇത് നീ ചുമന്നുകൊണ്ട് നടക്കേണ്ടി വരുമടാ. അബൂദർ എന്ന് പറയുന്ന സ്വഹാബി പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു. പക്ഷേ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഇന്നെല്ലാവർക്കും പണത്തിനോട് വല്ലാത്ത ആർത്തിയാണ്, പണത്തിനോട് വല്ലാത്ത സ്നേഹമാണ്. ഹറാമും ഹലാലും നോക്കാറില്ല. എങ്ങനെയാണ് പെട്ടെന്ന് പണമുണ്ടാക്കാൻ കഴിയുന്നത്? ഏത് വളഞ്ഞ വഴിയിലൂടെയും പണമുണ്ടാക്കാൻ കിടന്ന് പരക്കം പായുകയാ. അതിനല്ലേ പലിശ കച്ചവടം നടത്തുന്നത്, അതിനല്ലേ പടച്ചവനെ കഞ്ചാവ് കച്ചവടം നടത്തുന്നത്, അതിനല്ലേ പടച്ചവനെ വളഞ്ഞ വഴിയിലൂടെ പല വൃത്തികേടുകളും ചെയ്യാ തയ്യാറാകുന്നത്. എങ്ങനെ എന്റെ പ്രിയമുള്ള സഹോദരാ, മുത്തുനബി പറഞ്ഞതെന്തെന്നറിയുമോ? പലിശ കച്ചവടം നടത്തുന്നവരോട്, ലോട്ടറി എടുക്കുന്നവരോട്, ആവശ്യമില്ലാത്ത വഴിയിലൂടെ ഹറാമിലൂടെ പണമുണ്ടാക്കുന്നവരോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയോ? ഹറാമായ പണമുണ്ടല്ലോ, ഈ ഇരിക്കുന്ന മുസ്ലിമേ, നിങ്ങളുടെ ആരുടെയെങ്കിലും വീടിന്റെ അകത്ത് ഹറാമായ പണമുണ്ടോ? അല്ലാഹു നിന്റെ ആയുസ് കുറച്ച് കളയുമടാ ചെറുപ്പക്കാരാ. പാപ്പാ, നിന്റെ ആയുസ് അല്ലാഹു വെട്ടി ചുരുക്കും. പാപ്പാ, പെങ്ങളെ പെങ്ങളെ പെങ്ങളെ, നിന്റെ ഭർത്താവിനോ നിന്റെ മക്കൾക്കോ ഹറാമായ പണമുണ്ടാക്കുന്ന ഒരു ഗുണമുണ്ടെങ്കിൽ തിരുത്തിക്കോ, ഇല്ലെങ്കിൽ നീ വിധവയായി പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ഹറാമും ഹലാലും എന്ന് അധികം പേരും നോക്കാറില്ല. എങ്ങനെയും പണമുണ്ടാക്കിയാ മതിയല്ലോ. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് പണത്തിനോട് ഇത്തിരി ആർത്തി കൂടുതലാ. പെണ്ണുങ്ങൾക്ക്
പണത്തിനോട് ഇത്തിരി ആർത്തി എന്റെ സഹോദരിമാരിലെ ചിലർക്ക് ഇത്തിരി കൂടുതലാ. എങ്കിലും പെങ്ങളെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വർഗം വേണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വർഗം വേണോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബി വനിതകളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുത്തുനബി ചോദിച്ചു, സ്വർഗത്തിൽ കൊടുക്കുന്ന ഒരു പെണ്ണിനെ കാണിച്ചു തരട്ടെ, സ്വർഗത്തിന്റെ അവകാശിയായ ഒരു പെണ്ണിനെ കാണിച്ചു തരട്ടെ. സഹാബി വനിതകൾ വിചാരിച്ചു, ഞാനാ എല്ലാരും ഇങ്ങനെ നോക്കിയിരിക്കാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു വിറക് വെട്ടുകാരന്റെ ഭാര്യ ഇങ്ങനെ നടന്നു പോന്നു. അതുകൊണ്ട് ആ പോകുന്ന പെണ്ണ് സ്വർഗത്തിലാ. മുത്തുനബി അങ്ങോട്ട് പറഞ്ഞു കഴിയുമ്പോ ഈ പെണ്ണുങ്ങൾ ഇറങ്ങി അങ്ങോട്ട് ഓടാ. സഹാബി വനിതകൾ ഓടി ചെന്നിട്ട് ഈ പെണ്ണിന്റെ കയ്യെ പിടിച്ചിട്ട് ചോദിച്ചു, നീ എന്ത് നല്ല കാര്യമാ പെണ്ണെ ചെയ്യണേ? മുത്തുനബി പറഞ്ഞു, നീ സ്വർഗത്തിലാണ്. എല്ലാ പെണ്ണുങ്ങളും കൂടെ ചോദിക്കുകയാ, നീ സ്വർഗത്തിലാണെന്ന് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്ത് നല്ല കാര്യമാണ് നീ പ്രത്യേകമായിട്ട് ചെയ്യുക? ആ പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വർഗം വേണോ? അള്ളാഹു നൽകുമാറാകട്ടെ. തത്തമാരെ, നിങ്ങൾക്ക് കിട്ടണ ഒരു അവസരമാണ് സ്വർഗത്തിൽ പോകാനുള്ള ഒരു എളുപ്പവഴി, സ്വർഗത്തിൽ പോകാനുള്ള എളുപ്പവഴി. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഈ വിറക് വെട്ടുകാരന്റെ ഭാര്യ എല്ലാ ദിവസവും വിറക് വെട്ടുകാരൻ ജോലിക്ക് വേണ്ടി വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങുമ്പോൾ ഈ പെണ്ണ് കൈ പിടിക്കും. രാവിലെ ജോലിക്ക് പോകുന്ന ഭർത്താവിന്റെ കൈ പിടിച്ചിട്ട് ഈ പെണ്ണ് പറഞ്ഞു കൊടുക്കും, ഇക്ക വൈകുന്നേരം ഇങ്ങോട്ട് വരുമ്പോൾ ഹറാമായ പൈസയോ ഹറാമായ ഭക്ഷണമോ വീട്ടിൽ കൊണ്ടുവരരുത്, പട്ടിണി കിടക്കാൻ ഞാൻ തയ്യാറാ, എന്നെ കൊണ്ടത് തീറ്റിപ്പിക്കല്ലേ എന്ന് ഓർമ്മപ്പെടുത്തുന്ന പെണ്ണിന് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഏത് പെണ്ണിന്? രാവിലെ ജോലിക്ക് പോകുന്ന ഭർത്താവിനോട് പറയേണ്ട, പൊന്നുക്ക അള്ളാഹെ ഓർത്തിട്ട് ഹറാമായതൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരരുത്, ഒന്നും കൊണ്ടുവരരുത്, ഹലാല് മാത്രം മതി, പട്ടിണി കിടക്കായ്ക്ക, കഞ്ഞിയും വെള്ളം കുടിച്ചിട്ട് കിടക്കായ്ക്ക, എന്നാലും ഹറാം എന്നെയും മക്കളെയും കൊണ്ട് തീറ്റിപ്പിക്കരുത്, അള്ളാനെ ഓർത്തിട്ട് ഹറാമായ പൈസയുമായിട്ട് വരരുത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന പെണ്ണിന് അള്ളാഹു സ്വർഗം കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മുടെ പെണ്ണും പിള്ളയാ, യവനെ കൊന്നിട്ടാണെങ്കിലും കുഴപ്പമില്ല, പൈസയായിട്ട് വന്നാൽ മതി. അതല്ലേ പടച്ചോനെ എളുപ്പപ്പെട്ട ലോട്ടറി, ഭർത്താവിന്റെ ലോട്ടറി നോക്കണ പെണ്ണാ. 12 കോടി ഇവിടെ കണ്ട ആർക്കടിച്ചെന്ന് പറയുന്നത്, എടാ അടിച്ച 12 കോടി. 12 കോടി തന്നെ അവസാനം കോടിയാകും. അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പണത്തിനോട് എന്തിനാ ഇത്ര ആർത്തി? എന്തിനാ? പെണ്ണുങ്ങളുടെ തെറ്റിദ്ധാരണ എന്തെന്നറിയാം, പണം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. അതാണ് പഴയ പെണ്ണുങ്ങളും പുതിയ പെണ്ണുങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഇന്നത്തെ പെണ്ണുങ്ങളുടെ, പുതിയ തലമുറയിലെ പെണ്ണുങ്ങളുടെ ധാരണ പണം ഉണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ. ഇതാരാ പറഞ്ഞ? നിനക്കിതാരാ പഠിപ്പിച്ചെന്നെ? പണം ഉണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് നിന്റെ ഉമ്മ ജീവിച്ചത് അംബാനിയുടെ ഭാര്യ ആയതുകൊണ്ടാ? നിന്റെ വാപ്പയും ഉമ്മ എങ്ങനെ ജീവിച്ചേ? നിന്നൊക്കെ എങ്ങനെ കെട്ടിച്ചു വിട്ടെ? ഇന്ന് നീ ഒരെണ്ണം വീട്ടിലുണ്ട്, നീ ടെൻഷൻ. എന്നാൽ നിന്റെ ഉമ്മായും വാപ്പായും എത്ര എണ്ണത്തിന് അലിച്ചുക്കുപ്പ? ഇന്ന് നമുക്ക് ടെൻഷനല്ലേ? എൻ്റെ പ്രിയമുള്ളവർ, അതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നിന്റെ ഉമ്മ നീ ചോറ് കഴിക്കുന്ന സമയത്ത് ഒരല്പം ചോറ് താഴെ വീണാൽ ആ ചോറെടുത്ത് നിന്റെ പാത്രത്തിൽ ഇട്ട് തന്നിട്ട് ഉമ്മ പറഞ്ഞു തരും, ഈ ചോറ് എങ്ങനെ ഉണ്ടാക്കിയതാണെന്നറിയാവോ? പണ്ടത്തെ ഉമ്മ, നമ്മുടെ ഉമ്മമാർക്ക് അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടവരുടെ ഖബറിടം അള്ളാഹു സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. മക്കൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരല്പം ഭക്ഷണം താഴെ വീണ അതെടുത്ത് പാത്രത്തിൽ ഇട്ട് തന്നിട്ട് പറയും, മക്കളെ കളയല്ലേടാ, ഇത് വാപ്പ രക്തം വിയർപ്പാക്കി ഉണ്ടാക്കിയതാ. ഇന്ന് ഒരു പ്ലേറ്റ് ചോറ് നിന്റെ മക്കള് കളഞ്ഞ ഏത് പെണ്ണാ പറഞ്ഞു കൊടുക്കുന്നത്, ഇത് ഭർത്താവിന്റെ രക്തമാണ്? അള്ളാഹു കാക്കുമാറാകട്ടെ. ഇതാ വ്യത്യാസം. പെണ്ണുങ്ങളൊക്കെ ഇന്ന് ചെറിയ മക്കളോട് പറഞ്ഞു കൊടുക്കുന്നെന്തെന്നറിയും, മോനെ നല്ലതുപോലെ പഠിക്കണം. ആരോടാ? 5 വയസ്സുള്ളവനോട്. എടാ, 5ാം ക്ലാസ്സിൽ പഠിക്കുന്നവനോട്, 6ാം ക്ലാസ്സിൽ പഠിക്കുന്നവനോട് ഒരു ഉമ്മ പറയുക, നല്ലതുപോലെ പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം, എങ്കിലേ നല്ല ജോലി കിട്ടൂ, എങ്കിലേ നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണ് കിട്ടൂ, എങ്കിലേ പൈസ കിട്ടത്തുള്ളൂ, ജീവിക്കാൻ പറ്റൂ. ആര് പറഞ്ഞു കൊടുക്കുന്നു? ഉമ്മ. ചുമ്മാതല്ല 10ാം ക്ലാസ്സുകാരൻ മയക്കുമരുന്ന് പിടിച്ച് അകത്താവുന്നത്. അള്ളാഹു കാക്കുമാറാകട്ടെ. നിന്റെയൊക്കെ മക്കള് കള്ള് കച്ചവടത്തിനും കഞ്ചാവ് കച്ചവടത്തിനും കൊട്ടേഷനും പോകാനുള്ള കാരണം മക്കളല്ല, നിന്റെ ആർത്തിയ. വാപ്പാടെയും ഉമ്മാടെയും അത്യാഗ്രഹം ആ പിഞ്ചു മക്കളുടെ ഹൃദയത്തിൽ കുത്തിവെച്ചു കൊടുക്കുന്നത് പണം 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 പണം.
എങ്കിൽ അങ്ങനല്ല ഉപ്പ, അങ്ങനല്ല ചെറുപ്പക്കാരാ. എന്റെ പെങ്ങളെ മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അതാ വാപ്പ, അതാ വാപ്പ. ആ സഹാബിയുടെ ചരിത്രം വായിച്ചു നോക്കണം. അല്ലാഹുവേ പടച്ചവനെ, ആ സ്വഹാബി ഇങ്ങനെ മരണത്തിന്റെ സമയത്ത് കിടക്കുമ്പോ മക്കളെ എല്ലാവരെയും അടുത്ത് വിളിച്ചു. അബൂദർ എന്ന് പറയുന്ന സഹാബി തന്റെ മക്കളെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, മക്കളെ വാപ്പാനെ വെറുപ്പാണ് നിങ്ങൾക്ക് എന്നോട് നിങ്ങൾക്ക് ദേഷ്യമാണോ മക്കളെ? വാപ്പ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കരുതി വെച്ചിട്ടില്ല. വാപ്പാടെ കയ്യിൽ ഒന്നുമില്ല, വാപ്പാടെ കയ്യിൽ ഒന്നുമില്ല. കള്ളു കുടിച്ചും പെണ്ണു പിടിച്ചും തീർത്തതല്ല മക്കളെ. വാപ്പാടെ കയ്യിൽ എന്ത് കിട്ടിയാലും പാവങ്ങൾ കൊടുക്കും. അങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ട്. അങ്ങനാ നിങ്ങളുടെ വാപ്പ. എന്റെ കയ്യിൽ ഒന്നുമില്ല. വാപ്പാടെ അവസ്ഥ എന്തെന്നറിയോ? മക്കളോട് പറഞ്ഞു കൊടുക്കണം, എനിക്ക് നിങ്ങൾക്ക് അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. വീട്ടിൽ ചെന്നിട്ട് ഉപ്പാനോട് അത് വേണം ഇത് വേണം, ഉമ്മാനോട് അത് വേണം ഇത് വേണോ എന്ന് ചോദിക്കത്തില്ലായിരുന്നു നമ്മൾ. എന്തേ കാരണം? ഇല്ല എന്ന് നമുക്കറിയാം. നമ്മുടെ വാപ്പ അല്ലാഹുവേ പടച്ചവനെ ചുമട്ടു തൊഴിലാളിയാ. നമ്മുടെ വാപ്പ കൂലിപ്പണിക്കാരനാ. ഉപ്പായ്ക്ക് കിട്ടുന്ന ശമ്പളവിധ വീട്ടിൽ പോയി അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞ് ചോദിച്ചാൽ തരാനില്ല എന്ന് നമുക്കറിയാം. പക്ഷെ ഇന്നത്തെ മക്കൾക്കറിയോ? ഇന്നത്തെ മക്കൾക്കറിയോ? അതറിയില്ല. അതറിയുന്ന മക്കൾ ഒരിക്കലും തലതിരിഞ്ഞു പോകൂല, കണ്ടവന്റെ കൂടെ ഓടാൻ പോകൂല. എന്റെ ഉപ്പ എന്നെ എങ്ങനെയാ വളർത്തിയേ, എന്റെ ഉമ്മ എന്നെ എങ്ങനെയാ വളർത്തിയേ? ഇന്നത്തെ മക്കൾക്കറിയില്ലെങ്കിലും പഴയ മക്കൾക്കറിയാം. എന്റെ പ്രിയമുള്ളവരെ, അബൂദർ എന്ന് പറയുന്ന സ്വഹാബി തന്റെ മക്കളെ വിളിച്ചിരുത്തിയിട്ട് മരിക്കുന്ന സമയത്ത് പറയുകയാ, എന്നെ വെറുക്കരുത്, എന്നോട് ദേഷ്യം കാണിക്കരുത്, ഉപ്പാന് നിങ്ങൾ ശപിക്കരുത്. വാപ്പ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കരുതി വെച്ചിട്ടില്ല. അല്ലാഹു നിങ്ങളെ കൈവിടില്ല മക്കളെ, അല്ലാഹു നിങ്ങളെ കൈവിടില്ല. ഈ വാപ്പയുടെ അവസ്ഥ എന്തെന്നറിയുമോ? അവിടെ നിന്ന് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു തന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്, വാപ്പ മരിച്ചു പോയാൽ കഫൻ തുണി വാങ്ങാൻ പോലും 1 രൂപ എന്റെ കയ്യിലില്ല. വാപ്പ മരിച്ച കഫൻ തുണി വാങ്ങാൻ പോലും 1 രൂപ എന്റെ കയ്യിലില്ല. മോനെ, ഒരു നല്ല തുണി എടുക്കാമെന്ന് വെച്ചാൽ ഈ വീടിന്റെ അകത്തൊരു നല്ല തുണിയുമില്ല. ഇതാ നിങ്ങളുടെ വാപ്പയുടെ അവസ്ഥ, ഇതാണ് നിങ്ങളുടെ വാപ്പയുടെ അവസ്ഥ. അതുകൊണ്ട് മക്കള് വേദനിക്കരുത്, കരയരുത്. എന്ത് ചെയ്യണമെന്നറിയോ? വാപ്പ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ മയ്യത്ത് കുളിപ്പിക്കണം, എന്നിട്ട് ചുമന്നുകൊണ്ട് റോഡിൽ കൊണ്ടുവെക്കണം. ജനങ്ങള് മരുഭൂമിയിലൂടെ നടന്നു പോകുന്ന വഴിയില് ഈ വാപ്പാടെ ജനാസ കൊണ്ടുവച്ചിട്ട് നിങ്ങൾ അവിടെ കാത്തു നിൽക്കണം. ഉംറ കഴിഞ്ഞു മടങ്ങി വരുന്ന ആരെയെങ്കിലും കണ്ടാ അവരോട് പറയണം, ഈ കിടക്കുന്നത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാ. കഫൻ തുണിയുമില്ല, വാങ്ങാ പൈസയുമില്ല. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രത്തില് എന്റെ വാപ്പാടെ ജനാസയൊന്ന് കഫം പൊതിഞ്ഞിട്ട് കബറടക്കാ പറഞ്ഞാ മതി മക്കളെ. അബൂദർ എന്ന് പറയുന്ന സ്വഹാബി പറഞ്ഞു കൊടുക്കുകയാണ്. അവസാനം അവിടെ നിന്ന് മരണപ്പെട്ടു. മക്കള് വാപ്പാനെ കുളിപ്പിച്ചു, ജനാസ എടുത്തുകൊണ്ട് വഴിയിൽ കൊണ്ടുവച്ചിട്ട് കാത്തു നിൽക്കുകയാണ്. ഒരുപാട് സമയം കാത്തു നിന്നു. അവസാനം ഉംറ കഴിഞ്ഞു വരുന്നവരെ കണ്ടപ്പോ അവരോട് പറഞ്ഞു, അല്ലാഹുവേ, ഒരു സംഘം ഇങ്ങനെ വരികയാണ്. ആരാണ് സംഘത്തിന്റെ അമീർ? മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു. അവിടെ ഒന്ന് പറഞ്ഞു, ഈ കിടക്കുന്നത് മുത്തുനബിയുടെ സ്വഹാബിയാണ്, ഞങ്ങളുടെ വാപ്പയാണ്. കഫൻ തുണി വാങ്ങാ പൈസയോ തുണിയോ ഇല്ല. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രം കൊണ്ട് ഞങ്ങളുടെ വാപ്പാനെ ഒന്ന് പൊതിഞ്ഞിട്ട് കബറടക്കണേ. അല്ലാഹുവേ, അവിടെ നിന്ന് മക്കളെ കരഞ്ഞുകൊണ്ട് പറയുമ്പോ സൽമാൻ തങ്ങൾക്ക് അത്ഭുതമായല്ല. കഫൻ തുണി വാങ്ങാൻ പോലും പൈസ ഇല്ലാത്ത ഈ സഹാബി ആരാണ് നബിയേ? ആരാണ് പടച്ചവരെ? അതാ മുന്നിലേക്ക് കടന്നു ചെന്നു. തുണിയങ്ങ് ഉയർത്തുമ്പോ മഹാനായ അബൂദർ ഗിഫാരി സദഖ റസൂലുള്ളാഹ്, സദഖ റസൂലുള്ളാഹ്. എന്റെ മുത്തുനബി പറഞ്ഞത് സത്യമാണ്. അബൂദറിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് സത്യമാണ്. സൽമാൻ തങ്ങൾ പറഞ്ഞെന്ന ചരിത്രം പറയുമ്പോ ഇങ്ങനെ ജീവിച്ചത് കൊണ്ടാണ് മലക്കുകളെ സ്നേഹിച്ചത്. അതുകൊണ്ട് സഹോദരോ സഹോദരി, ഈ ദുനിയാവിനെ സ്നേഹിക്കരുത്. ഈ ദുനിയാവ് ഒരുപാട് പേരെ പിഴപ്പിച്ചതാണ്, ഒരുപാട് പേരെ നശിപ്പിച്ചതാണ്, ഒരുപാട് പേരെ വഞ്ചിച്ചതാണ്, ഒരുപാട് പേരെ നരകത്തിലെത്തിച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾ ദുനിയാവിനെ മറന്നോ, ആഖിറത്ത്
ലോകത്തിനെ സ്നേഹിച്ചോ, അല്ലാഹുവിന്റെ മലക്കുകൾ നിങ്ങളെ സ്നേഹിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മരണത്തിന് ശേഷമുള്ള ജീവിതം അങ്ങോട്ട് കാലാകാലം ജീവിതം. ഇവിടെ ആലപ്പുഴയ്ക്ക് പോകാൻ ബസ് കാത്ത് നിൽക്കുന്നവരാണെന്ന് ചിന്തിച്ചു മാത്രം ഈ നാട്ടിൽ ജീവിച്ചാൽ മതി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പള്ളിയിൽ നിന്ന് കൊണ്ടുവരുന്ന മയ്യത്ത് കട്ടിൽ എന്ന വാഹനവും കാത്തിരിക്കുകയാണെന്ന് ഓർമ്മ മാത്രം മതി. നിന്റെ ആർത്തിയും അത്യാഗ്രഹവും എല്ലാം തീരും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എല്ലാവരും വലിയ ടെൻഷനില്ല. എൻ്റെ ഉസ്താദെ ഗൾഫൊക്കെ തകർന്നു ഉസ്താദെ, സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായി, ആരുടെ കയ്യിലും പൈസയില്ല, എവിടെ നോക്കിയാലും ദുഃഖവും ദുരിതവും പ്രയാസവും മാത്രം. എല്ലാവരും ടെൻഷനില്ല. എല്ലാവരും എന്നിട്ട് കുറ്റം പറയണത് കേന്ദ്ര സർക്കാരിന്. നിന്റെ വീട്ടിലെ പ്രയാസത്തിന്റെ കാരണം കേന്ദ്ര സർക്കാർ, GST, നോട്ട് നിരോധനം, ഇതാ നമ്മളൊക്കെ പറയുന്ന കാരണം. എന്തിനാ ചങ്ങാതി അവരെയൊക്കെ പറയണേ? എടാ, നിന്റെ വീട്ടിലെ ക്ഷാമത്തിന്റെ കാരണം നിന്റെ കയ്യിലിരിപ്പാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാതെ കേന്ദ്ര സർക്കാർ വന്നതുകൊണ്ടാണ് നിന്റെ വീട്ടിൽ തിന്നാനില്ലാത്തത്. നീ സാമ്പത്തികമായിട്ട് തകരാനുള്ള കാരണം GST നോട്ട് അല്ല. നിന്റെ ശവക്കുഴി തോണ്ടിയത് നിന്റെ കയ്യിലിരിപ്പ് തന്നെ, നീ തന്നെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉള്ളത് പറയുമ്പോൾ ഞാൻ അവൻ്റെ ആളായതുകൊണ്ടല്ല ഇത് പറഞ്ഞത്, ഞാൻ ഉള്ളതാ പറയണേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾക്ക് കാരണം നമ്മൾ തന്നെയാണ്. നീ നന്ദിയില്ലാത്തവനായതുകൊണ്ടാണ് ഇങ്ങനായേ. അത് മനസ്സിലാക്കിയാൽ മതി. എൻ്റെ പ്രിയമുള്ളവരെ, എല്ലാവരും വലിയിട്ട് ആരുടെ വീട്ടിലാ ചങ്ങാതി പ്രയാസം ഇരിക്കണം? ഒന്ന് ചോദിക്കട്ടെ ഞാൻ നിങ്ങളോട്. എടാ, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ വീട്ടിലും ഒരു കാലത്തും ഒന്നുമില്ല. കേന്ദ്ര സർക്കാരല്ല, ഈ ഇന്ത്യ മഹാരാജ്യം ആര് ഭരിച്ചാലും, ഇനി ആരുടെയൊക്കെ വീട്ടിൽ ദാരിദ്ര്യമുണ്ടായാലും, സാക്ഷാൽ അംബാനിയുടെ വീട്ടിൽ ദാരിദ്ര്യമുണ്ടായാലും, ചില ആൾക്കാരുടെ വീട്ടിൽ തിന്നാൻ ഭക്ഷണം മുടങ്ങില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഞാൻ ഒരു കാര്യം പറയാം, ലോകത്ത് ആരുടെയൊക്കെ വീടിൻ്റെ അകത്ത് ഭക്ഷണം തിന്നാൻ കിട്ടിയില്ലെങ്കിലും നിന്റെ വീടിൻ്റെ അകത്ത് മരിക്കുന്ന കാലം വരെ ഭക്ഷണം ഉണ്ടാകും. പട്ടിണിയില്ല, പരിവട്ടമില്ല, ഒരുത്തൻ്റെ മുന്നിലും തെണ്ടാൻ പോകണ്ട. മരിക്കുന്ന കാലം വരെ നിന്റെ വീടിൻ്റെ അകത്ത് റിസ്ക്കുണ്ടാകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്ത് ചെയ്യണമെന്നറിയോ? ഒറ്റ കാര്യം ചെയ്താൽ മതി. ഒരു കാര്യം നീ നിന്റെ ജീവിതത്തിൽ ചെയ്താൽ മരിക്കുന്ന കാലം വരെ നിന്റെ വീടിൻ്റെ അകത്തൊരു പ്രയാസവും ഉണ്ടാകില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ചെയ്യുവോ? ചെയ്യാമോ? നിനക്ക് വേണമെങ്കിൽ ചെയ്യ, എനിക്ക് ആവശ്യമൊന്നുമില്ല. എൻ്റെ കാര്യം ഞാൻ നോക്കാം. നിങ്ങളുടെ ആരുടെയെങ്കിലും വീടിൻ്റെ അകത്ത് മരിക്കുന്ന കാലം വരെ നിനക്കും പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും പട്ടിണിയില്ലാതെ ജീവിക്കണമെങ്കിൽ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. മനസ്സുള്ളവരൊക്കെ ഒന്ന് കൈവയ്ക്കുക. ഇല്ലെങ്കിൽ പള്ളിയുടെ മുന്നിൽ പോയിരുന്ന് പൊക്കണ്ടവരും. ഇങ്ങനെ പള്ളിയുടെ മുന്നിൽ പോയിരുന്നിട്ട് ഇങ്ങനെ നീട്ടേണ്ടി വരും. ഇങ്ങനെ പൊക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. താത്താമാർക്കൊരു മടിയുണ്ട്, ഇങ്ങനെ ഇനി പൈസ വല്ലതും പിരിക്കാൻ പോവാണോ? അല്ല, വീടിൻ്റെ പ്രമാണം വല്ലതും ചോദിക്കുമല്ല. എനിക്കൊന്നും വേണ്ട നിങ്ങളുടെ ആരുടെയൊന്നും. എൻ്റെ പ്രിയമുള്ളവരെ, ഒറ്റ കാര്യം ചെയ്താൽ മതി. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്യുവോ? പറ ചങ്ങാതി. ഒരു സന്തോഷം. നിങ്ങൾ മരിച്ചു വിട്ടിരിക്കണോ ഇരിക്കണം? എന്താ പറ? ചെയ്യുവോ? ഒരു ഇൻഷാ അല്ലാഹ് ഉറക്കെ പറഞ്ഞേ. അല്ല, ഈ ഇൻഷാ അല്ലാഹ് പറയുന്ന അതേ ശബ്ദത്തിൽ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ പറഞ്ഞു മരിക്കാൻ ഭാഗ്യം നൽകണേ പടച്ചവൻ. ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞേ. പോരാ, ഒന്നുകൂടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഈമാൻ നിലനിർത്തുമാറാകട്ടെ. അംബാനിയുടെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടെങ്കിലും നിന്റെ കൂരയിൽ ഒരു കാലത്തും ദാരിദ്ര്യം ഉണ്ടാകില്ല. അതിന് ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം. നീ മക്കളെയൊക്കെ പഠിപ്പിക്കുന്നതല്ലേ? എന്തിന്? മക്കൾ മറ്റുള്ളവന്റെ മുന്നിൽ കൈനീട്ടാതെ ജീവിക്കുന്നത് കാണാം. എങ്കിൽ ഈ പറയുന്ന കാര്യം കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു പറയണ, ഞാനല്ല. അല്ലാഹു പറയുകയാണ്, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്നറിയുമോ? വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ نسألك رزقا نحن نرزقك والعاقبة للتقوى. ഒറ്റ കാര്യം ചെയ്താൽ മതി. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ചെയ്യേണ്ടത് എന്തെന്നറിയോ? നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും 5 നേരം നിസ്കരിച്ചാൽ മതി. മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം അല്ലാഹു തരുമെന്ന് അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആര് തരും? അല്ല. എന്ത് ചെയ്യണം? നിസ്കരിക്കാറുണ്ടോ? നിങ്ങളൊക്കെ നിസ്കരിക്കുന്നവരാ, നല്ലവരാ, ഇല്ലെന്ന് ഞാൻ പറയണില്ല. നിന്റെ പെണ്ണുമ്പിള്ള നിസ്കരിക്കോ? അപ്പ നിങ്ങളുടെ മക്കൾ എന്താ? അവർക്കൊന്നും നിസ്കാരം നിർബന്ധമില്ലേ?
7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവന് എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം മക്കളെ? എന്ത് ചെയ്യണം? അടിക്കണം. നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ മക്കളെ തല്ലിയ വാപ്പ ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ, ഞാൻ ഒന്ന് കാണട്ടെ. ആരെങ്കിലും പൊക്കുപ്പ, ഒരാളെങ്കിലും, നിങ്ങൾ ആരെങ്കിലും ഒന്ന് പൊക്കിക്കേ. നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ മക്കളെ തല്ലിയ ഉമ്മ. ഈ കൈവക്കാത്തവരുടെയൊക്കെ മക്കൾ 5 നേരം പള്ളിയിൽ പോയി നിസ്കരിക്കുന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കണമെങ്കിൽ ഞാൻ അല്ല. എടാ, ഇരിക്കണ എല്ലാവരുടെയും മക്കൾ 5 നേരം നിസ്കരിക്കുന്നവരാണെന്ന് വിശ്വസിക്കാൻ ഞാൻ പൊട്ടന? ഞാനും ചോറല്ലേ തിന്നണേ? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പറ, അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. 5 നേരം കിട്ടി നിസ്കരിച്ചാലേ, ഇത് ഖുർആൻ സൂറത്തു ത്വാഹ, ഞാൻ പറഞ്ഞതല്ല, പോയി എടുത്തു വയ്ക്കോ. അല്ലാഹ് പറയാ, എടാ നീ റിസ്കും തേടിയിട്ട് നടക്കണ്ടടാ, ഞാൻ തരാം. ഞാനല്ലേ റബ്ബ്, ഞാനല്ലേ നിന്നെ പടച്ച്. എടാ ഞാൻ തരാം, നീ തേടി നടക്കണ്ടടാ. നീ എന്തിനാണ് ഓടുന്നേ? നീ പള്ളിയിൽ പോകാത്ത എന്തേ? എടാ, ഇവിടത്തെ പള്ളിയുടെ മുന്നിലല്ലേ നിന്റെ കടയിരിക്കുന്നേ? നീ പള്ളിയിൽ പോകാത്ത എന്തേ? ഉസ്താദെ, നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ കയറിയ ഒരു കസ്റ്റമർ വന്നാൽ കച്ചവടം നഷ്ടപ്പെടുമല്ലോ. ന്യായം അല്ല. ഞാൻ പള്ളിക്കകത്തേക്ക് നിസ്കരിക്കാൻ പോകുന്ന സമയത്ത് ഒരുത്തം വന്നാൽ കടയിലെ കച്ചവടം പോയി, പൈസ പോയി, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. അള്ളാഹുവേ, നീ അപ്പൊ നിനക്ക് അത്രയും ചെറുതായി പോയ അല്ലാ, അതുകൊണ്ടാണ് നിന്നെ അള്ളാഹ് യതീം കാനലാക്കിയത്. ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. ഈച്ചയടിച്ച് കടക്കകത്തിരിക്കാനുള്ള കാരണം അത് തന്നെയാണ്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എടാ, അള്ളാഹ്ക്ക് തരാനും അറിയാം, നിന്നെ കൊണ്ട് പിച്ച എടുപ്പിക്കാനും റബ്ബിന് കഴിവുണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹ് പറയുക, 5 നേരം നിസ്കരിക്കുമ്മ സ്കൂളിൽ പോകുന്ന മക്കളോട് ഒരു പേപ്പർ എടുത്ത് വെക്കണം. സ്കൂളിൽ പോകുന്ന മക്കളുടെ ബാഗിന്റെ അകത്ത് ഒരു പേപ്പർ എടുത്ത് വെക്കണം. എന്തിനാണെന്നറിയോ? എന്നിട്ട് പറയണം, മോനെ, ആ ചോറുണ്ണാൻ വിടുന്ന സമയത്ത് ഏതെങ്കിലും മൂലയിൽ പോയിട്ടൊരു 4 റക്അത്ത് നിസ്കരിക്കട്ടാ. പറഞ്ഞു കൊടുക്കണം. അതാ സ്കൂള് വിട്ട് 3:30 വീട്ടിൽ വരുന്ന മകളോട് ആദ്യം പറയേണ്ടത് കാന അടിക്കാനല്ല, പോയി നിസ്കരിക്കടി, ഒളിവെടുത്തിട്ട് ളുഹർ ഖളാ ആക്കാതെ നിസ്കരിക്ക് എന്ന് പറഞ്ഞു കൊടുത്താ മരിക്കണ കാലം വരെ റബ്ബ് നിനക്ക് റിസ്ക് തരും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ആര് തരും? ആര് തരും? അപ്പൊ ചോദിക്കും, ഉസ്താദ്, അപ്പൊ നാളെ മുതൽ ഞാൻ ജോലിക്കൊന്നും പോകണ്ട, മഞ്ഞു സെൽവ ഇറങ്ങി വരുമോ? അപ്പൊ നാളെ മുതൽ ഞാൻ വീടിന്റെ അകത്ത് തന്നെ ഇരുന്ന എന്റെ ഭാര്യക്കും മക്കൾക്കും ആര് കൊടുക്കും? അള്ള കൊടുക്കോ? ഇതാ ചോദ്യം. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ഇന്ന് രാത്രി നീ പള്ളിക്കൂടി പോയാൽ നാളെ മുതൽ ആര് കൊടുക്കും? നീ കബറിന്ന് പാഴ്സൽ അയച്ചു കൊടുക്കും? എടാ, നീ പള്ളിപ്പറമ്പിൽ പോയ ആര് കൊടുക്കും? നിന്റെ പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും ഭക്ഷണം ആര് കൊടുക്കും? ആര് കൊടുക്കും? പറഞ്ഞങ്ങാതി ആര് കൊടുക്കും? എന്റെ അള്ള ഇപ്പൊ ഇല്ല. എടാ, നിനക്ക് ജോലി ഉണ്ട്, ആ ജോലി തന്നത് ആരാ? കയ്യും കാലും നട്ടല്ലും ഉണ്ടെങ്കില്ല, വിവരം ഉണ്ടെങ്കിലല്ലേ നീ പോത്തുള്ളൂ. ഒടിഞ്ഞു വാരി കടന്ന് നീ എവിടെ പോകാനാ? ആരോഗ്യം തരുന്നവൻ അല്ലാഹ്. അള്ളാഹയെ വിശ്വസിക്ക്. ഒരു തല്ലാതെ ഇവന്മാരെയൊക്കെ പേടിച്ചിട്ട് എന്നാ കിട്ടാനാ? എൻ്റെ സഹോദരങ്ങളോട് ഞാൻ പറയാ, ഇനി നമുക്കൊക്കെ രക്ഷപ്പെടണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, ഈമാൻ അങ്ങ് ഉറപ്പിക്കുക. അതല്ലാതെ ഇനി തലകുത്തി മറിഞ്ഞിട്ട് ഒന്നും നേടാനില്ല. എല്ലാവരും അവിടെ കത്തിക്കുന്നു, ഇവിടെ കൊല്ലുന്നു, അവിടെ തല്ലിക്കൊല്ലുന്നു. ഈ ചങ്ങാതി ഇതൊന്നും ഒന്നുമല്ല. ആരാ പറഞ്ഞതൊക്കെ? എല്ലാം മൊബൈൽ എടുത്തിട്ട് അവിടെ അടിക്കുന്നു, ഇവിടെ അടിക്കുന്നു, കെട്ടിട്ടടിക്കുന്നു, കത്തിച്ചു കളയുന്നു. ഇതൊന്നും ഒന്നുമല്ല ചങ്ങാതി. അള്ള ചോദിച്ചെന്തെന്നറിയോ? അം ഹസിബുത്തും അൻ തദ്ഖുലുൽ ജന്ന. സ്വർഗ്ഗ ഓസിന് കിട്ടുമെന്ന് നീ കരുതിയേ? അള്ളനെ ഒതുക്കുക. എടാ, സ്വർഗ്ഗ ഓസിന് കിട്ടുമെന്ന് നീ കരുതിയോ? ഇല്ല. അള്ള പറഞ്ഞില്ല. അവിടെ നിന്ന് പറഞ്ഞു, ഫലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബലികും. ഇതിനേക്കാളും വെടിക്കെട്ട് വരാൻ പോവാ. എടാ, മുൻകാമികൾ അനുഭവിച്ചെന്ന് പറഞ്ഞാൽ നേരെ തലയുടെ മധ്യത്ത് ഈർച്ചവാള് വെച്ചിട്ട് അങ്ങ് മുറിക്കും, രണ്ട് കെട്ടായിട്ട്. ബിലാല് തങ്ങളുടെ കഴുത്തിൽ കയറ് കെട്ടി വലിച്ചടച്ചു, മരുഭൂമിയിൽ മലത്തിക്കടത്തി കരിമ്പാറയെടുത്ത് നെഞ്ചത്ത് വെച്ചിട്ട് തല്ലി, സഹാബത്തിന്റെ ശരീരത്ത് കുന്തം കുറുക്കി പച്ചയിറച്ചി. ഇതൊക്കെ ചുമ്മാ പറഞ്ഞു തന്നെയാണോ? അല്ല, ഇതൊക്കെ നീ അനുഭവിക്കാൻ പോവാ. ഇനി അങ്ങനെ അതിനുള്ള തുടക്കവാ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരുങ്ങിക്കോ, എല്ലാവരും ഒരുങ്ങിക്കോ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ജീവിതത്തിൽ നിന്റെ വീടിൻ്റെ അകത്ത് ഒരിക്കലും പട്ടിണി ഉണ്ടാകാതിരിക്കണമെങ്കിൽ 5 നേരം ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിൽ പോയി നിസ്കരിക്ക്. പെൺമക്കളെയൊക്കെ നിസ്കരിക്കാൻ പഠിപ്പിക്കുക. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 2 അള്ളാഹു പറയുകയാണ്, നിസ്കരിച്ചാൽ കിട്ടുന്ന 2ാമത്തെ പ്രതിഫലം നല്ല മരണമാണ്. ഉസ്താദേ, എൻ്റെ വാപ്പ മരിച്ചത് വെള്ളിയാഴ്ച രാവിലെ. ഉസ്താദ്, എൻ്റെ ഉമ്മ, അള്ളാഹുവേ, ഞാൻ സംസം വെള്ളം വായിൽ ഒഴിച്ചു കൊടുത്തപ്പോൾ എൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടാ എൻ്റെ ഉമ്മ മരിച്ചേ. ഈ പെണ്ണുങ്ങളൊക്കെ പറയാറുണ്ട്, ഈ പറയുന്നത് കേട്ടാ വിചാരിക്കും ഉമ്മായിക്ക് സ്വർഗം കിട്ടും. എടാ, എൻ്റെ വാപ്പ വെള്ളിയാഴ്ച രാവിലെ മരിച്ച എൻ്റെ വാപ്പായ്ക്കാണോ സ്വർഗം കിട്ടുന്നത്? എനിക്കാണോ കിട്ടുന്നത്? ആർക്കാ കിട്ടുക? പറ ചങ്ങാതി, ആർക്കാ കിട്ടുക? വാപ്പായ്ക്ക്. ഞാൻ പറഞ്ഞുകൊണ്ട് കിടന്നിട്ട് എനിക്ക് വല്ലതും കിട്ടുമോ? ഒന്നും കിട്ടൂല.
എനിക്കൊന്നും കിട്ടാനില്ല, പക്ഷെ കിട്ടണമെങ്കിൽ ഞാൻ ആ വാപ്പയുടെ മകനെ പോലെ വാപ്പ പോയതിനെക്കാളും നല്ലതുപോലെ പോകണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് അള്ള പറയുകയാ, പൈസ ചെലവൊന്നുമില്ല, പൈസ വേണ്ട, ഒന്നും വേണ്ട. ആർക്കാണ് നല്ല മരണം വേണ്ടത്? ഞാൻ തരാം. 5 നേരം നിസ്കരിക്ക്, നല്ല മരണം ഞാൻ തരാമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. വേണ്ടവർ വാങ്ങിച്ചിട്ട് പൊക്കോ പള്ളിപ്പറമ്പിൽ. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ, അള്ളാഹു നല്ല യാത്ര നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിൻ്റെ മലക്കുകൾ സ്നേഹിക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം ഈ ദുനിയാവും പണവും അധികാരവും മോഹങ്ങളെല്ലാം ഇത് കളഞ്ഞു കഴിഞ്ഞാൽ അള്ളാന്റെ മലക്കിന്റെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ പോകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ.